നമ്മുടെ ലേറ ബേബിയുടെ ബർത്ത്ഡേ ആണ്. സോ നമ്മൾ ഫസ്റ്റ് പോപ്പീസിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവൾക്കുള്ള ഡ്രസ്സ് അവിടെ കിട്ടി. നല്ലൊരു ഫ്രോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു പാർട്ടി വെയർ സെമി പാർട്ടി വെയർ ടൈപ്പ് ഓഫ് ഒരു ഫ്രോക്കായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഷൂസും അതുപോലെ തന്നെ ഹെയർ ബാൻഡും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഡ്രസ്സ് നമ്മൾ എടുത്തു. പിന്നെ നമുക്ക് ലേഹാനുള്ള ഡ്രസ്സ് അവിടെ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്ക് വന്നു. സ്റ്റുഡിയോയിൽ വന്നപ്പോൾ എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കളർ കോമ്പിനേഷൻ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവനില്ലാത്ത ടൈപ്പ് ഒരു ജീൻസ് ആയിരുന്നു. അങ്ങനെ അത് തന്നെ സെലക്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ നേരെ ഇനി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടി വാങ്ങിയ ഡ്രസ്സ് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് സൈസ് അല്ലായിരുന്നു. വെച്ചാൽ ആൾക്ക് അങ്ങോട്ട് കറക്റ്റ് ഫിറ്റ് ആവുന്നില്ല. ആകെ ആ ഒരു സൈസ് മാത്രം അവിടെ അവൈലബിൾ ആയിട്ടുള്ളായിരുന്നു. പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഈ ഒരു സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ച് സെറ്റായി കാണുന്നു, പക്ഷേ അപ്പോഴത്തേനും സെറ്റ് ആക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ലേറ ബേബി നമ്മൾ തന്നോട് സെറ്റായിട്ട് കുളിച്ചൊരുങ്ങിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴേക്കും ഐഫും അഹിയൊക്കെ വന്നു. അങ്ങനെ അവളും ലേറ ബേബി എടുത്തു. അവളോട് കാര്യമൊക്കെ പറഞ്ഞ് കളിച്ചിരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ലേറ ബേബി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് അണ്ണൻ്റെ വാച്ചിനകത്ത് ഇങ്ങനെ ഓരോ സ്ക്രീനിലൊക്കെ ഓരോ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുക. ആ ഡിസ്പ്ലേ ഒക്കെ കണ്ടപ്പോഴത്തേന് കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തോണ്ടിത്തോണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ ലേഹാൻ അഹിയെ വണ്ടിയിലിരുത്തി അഹിയുമായിട്ട് കമ്പനിയായിട്ട് വണ്ടി ഓടിച്ച് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അങ്ങനെ എല്ലാവരും കുറേ കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവരും ലേറായി കളിപ്പിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവളോട് കാര്യം പറഞ്ഞും ഇങ്ങനെ വണ്ടിയിലേക്ക് അങ്ങോട്ടൊക്കെ കൊണ്ടുപോയും അപ്പോൾ അവളിങ്ങനെ ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഐഫോൺ ഞാനും കുറേ വീഡിയോസൊക്കെ എടുത്തു. അവളിങ്ങനെ ഹായ് പറയാനൊക്കെ വന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്നപ്പോൾ ഡ്രസ്സൊക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ലേഹാനെ ഒരുക്കി എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് ലേഹാൻ ഇട്ടത്. എല്ലാവരും ഒരു ലാവൻഡർ തീമായിരുന്നു. അതോ കേക്കും അതുപോലെ തന്നെ ബലൂൺസും ആ ഒരു കാര്യങ്ങളെല്ലാം ലാവൻഡർ തീമിലായിരുന്നു. അപ്പോൾ ഞാൻ ലേഹാനെ ഒരുക്കിയിട്ട് എങ്ങനെയുണ്ട്, കൊള്ളാവോ, സുന്ദരനായോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് അങ്ങനെ അവനെയും കൊണ്ട് പോവുകയാണ്. അങ്ങനെ പിന്നെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി തൊട്ടപ്പുറത്തെ ഗ്രൗണ്ടിൽ പോകണമായിരുന്നു. കാരണം ലൈറ്റൊക്കെ പോയിക്കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ പിന്നെ ഈ ബാനർ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നാണ് കേട്ടോ കണ്ടത്. അത് പിന്നാണോ കൊണ്ടുവച്ചെന്ന് എനിക്കറിയത്തില്ല, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അവൾ ഈ ഡ്രസ്സ് ഇങ്ങനെ ഇടുമ്പം കുഞ്ഞുങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അവളിങ്ങനെ കുറേ കരച്ചിലൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. ലേഹാനാണെങ്കിൽ ഇതൊന്നും മൈൻഡാക്കാതെ അവിടെയുള്ള പൂവൊക്കെ പറിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോസ് എടുക്കാൻ നിന്ന് തരുന്നതല്ലേ. പൊതുവെ ഫോട്ടോ എടുക്കാനൊക്കെ പറയുമ്പം കുഴപ്പമില്ല, നിന്നൊക്കെ തരും. പക്ഷേ ഇന്ന് പുള്ളിക്കാരൻ ഒട്ടും മൂടില്ലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ സ്റ്റേജൊക്കെ അറേഞ്ച് ചെയ്തു. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചപ്പോൾ കറണ്ട് പോയി. അങ്ങനെ കറണ്ട് ഇല്ലാതെ പിന്നെ വീഡിയോഗ്രാഫേഴ്സും അതുപോലെ തന്നെ നമ്മളും എല്ലാവരും നിന്നപ്പോൾ പെട്ടെന്ന് കറണ്ട് വന്നു. അപ്പോൾ നമ്മളെല്ലാം രക്ഷപ്പെട്ടല്ലോ, ഇനിയിപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാം, വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ബബിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബബിൾസ് ഇങ്ങനെ ആ വീഡിയോയിൽ വന്നപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ കുഞ്ഞപ്പോഴത്തേന് ഏകദേശം ഇങ്ങനെ കൊള്ളാം, ഇതെന്ത് സംഭവം നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ചുറ്റിಗೆ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അണ്ണനെയൊക്കെ വീഡിയോ കോൾ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും കേക്ക് കട്ടിങ് ഒക്കെ സ്റ്റാർട്ടാക്കി. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ, ഫോട്ടോ എടുക്കുമ്പോഴേ ബബിൾസൊക്കെ വരുത്താവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും ലേഹ വന്നു കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോയി ആദ്യം തന്നെ. പിന്നെ കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ പിന്നെ എല്ലാവരും വീഡിയോ കോളൊക്കെ ചെയ്തു, കേക്കൊക്കെ കട്ട് ചെയ്ത് രണ്ടുപേർക്കും കേക്ക് കൊടുത്തു. എന്തായാലും ഫൈനൽ ഔട്ട്ലുക്ക് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വൈറ്റ് ആൻഡ് ലാവൻഡർ തീമിൽ കുറച്ച് ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. ആ കേക്കും കൂടെ ആ ഒരു തീമൊക്കെ വന്നപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അവളെന്തായാലും കരഞ്ഞിട്ടുണ്ടെങ്കിലും വലിയ രീതിക്ക് കുഴപ്പമില്ലാതൊക്കെയാണ് ഇരുന്നത്. പക്ഷേ കുഞ്ഞിന് നല്ല ചൂടുണ്ടായിരുന്നു ആ ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ. അതിപ്പം കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അതൊരു പ്രശ്നമായിരിക്കുമല്ലോ. അപ്പോൾ ലേഹാനും ഭയങ്കര ഓക്കെ ആയിട്ടൊക്കെയായിരുന്നു ഇരുന്നത്. രണ്ടുപേരും കരച്ചിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ കേക്ക് കട്ടിങ്ങിന് ശേഷം പിന്നെ ഫുൾ അങ്ങോട്ട് ഓരോ ഫോട്ടോസ് എടുക്കലൊക്കെ തന്നെയായിരുന്നു. ഫോട്ടോസ് വീഡിയോസ് തന്നെയായിരുന്നു പരിപാടി. പിന്നെ നമ്മൾ ഓരോ ഫാമിലി ആയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് അങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സ് പറഞ്ഞിട്ട് ഓരോ ഫാമിലി ആയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിയുമ്പോൾ വല്യത്തായി വന്നു കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ടുപേരും കേക്ക് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോഴത്തേനും ഇവരുടെ മുഖത്തെല്ലാം കേക്കാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയിട്ട് അതൊക്കെ വൈപ്പ് ചെയ്ത് കളയുന്നുണ്ടായിരുന്നു. രണ്ടുപേരുടെയും മുഖത്ത് മൊത്തം കേക്കാണ് കേട്ടോ. ലേഹാനാണെങ്കിൽ ആ കത്തി കൊണ്ട് തന്നെ കേക്ക് കഴിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ എപ്പോൾ കേക്ക് കട്ട് ചെയ്താലും അങ്ങനെ തന്നെ ആയിരിക്കും കേക്ക് കഴിക്കുന്നത്. അതാണ് അവന് കൂടുതൽ ഇഷ്ടം. പിന്നെ അണ്ണൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയിട്ട് തുടച്ച് കൊടുക്കുന്നുണ്ട് കുഞ്ഞ്, കാരണം ഫോട്ടോ എടുക്കുമ്പോൾ അതിൽ ബോറാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെയും അവർ രണ്ട് കേക്ക് കൊടുത്തു. ലിയാനിങ്ങനെ വാവയ്ക്ക് കേക്ക് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ലേറായിക്ക് പോയി ഇങ്ങനെ എന്തെങ്കിലും ഫുഡൊക്കെ വായിൽ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും. ഭയങ്കര കെയറിങ് ആണ് ആൾ. ലേറയുടെ കാര്യത്തിൽ ഭയങ്കര കെയറിങ് ഒക്കെയാണ്. അങ്ങനെ പിന്നെ ഫാമിലിയായിട്ട് ഓരോരോ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെയും കറണ്ട് പോയി.
അങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് കറണ്ട് പോയും വന്ന് നിൽക്കുന്നത്. അപ്പോഴത്തേക്കും നല്ല ചൂട്, എല്ലാവർക്കും നല്ല ചൂടെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോഴത്തേനും നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും നമ്മൾ ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞിട്ട് പോയാൽ കൊള്ളാം എന്നുള്ള രീതിയിലെത്തി. ഇടയ്ക്കൊക്കെ വെച്ച് കറണ്ട് പോകുന്നുണ്ടെങ്കിലും നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതിനൊന്നും ഒരു കുറവ് വരുത്തിയിട്ടില്ല. ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളെടുക്കുന്ന എല്ലാ ഫോട്ടോയും നമുക്ക് ഓക്കെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറേ ഫോട്ടോസ് എടുപ്പിച്ചു. കാരണം നമ്മളൊരു 100 ഫോട്ടോ എടുത്ത് അതിലൊന്നായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ കുഞ്ഞിങ്ങനെ കരയുന്നുണ്ട്, അവൾക്ക് കേക്ക് കൊടുക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ അതൊക്കെ വൈപ്പ് ചെയ്യാനായിട്ട് പോയി. പിന്നെയും കുറേ വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേര്. അതായത് അണ്ണനും ഫ്രണ്ട്സും എല്ലാവരും വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും കാണിച്ചൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ കേക്ക് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് പീസാക്കുമായിരുന്നു. അതിന് ഓരോരുത്തർക്ക് കട്ട് ചെയ്തു. അപ്പം പിന്നെ ആദ്യം തന്നെ ഐഫും മഹിയൊക്കെ വന്ന് ഓരോ പീസ് എടുത്ത് ഉദ്ഘാടനം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഒന്നും കൂടെ മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഈ സ്റ്റേജിൻ്റെ ഒരു വീഡിയോ എടുക്കാനും എനിക്ക് ഫുള്ളായിട്ട് പറ്റിയില്ല. അതെടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു കാർഡ്ബോർഡ് എടുക്കാൻ വേണ്ടിയിട്ടും പോയി. അങ്ങനെ കാർഡ്ബോർഡ് എടുക്കാൻ പോയ സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോഴത്തേക്കിന് ആ ലൈറ്റൊക്കെ പോയല്ലോ. ലൈറ്റ് ഇല്ലെങ്കിൽ ഒരു സ്റ്റേജ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോഴത്തേക്കിനും അവിടെ ഒരു പൂച്ച വന്നു. പിന്നെ 2 പേര് പൂച്ചയുടെ പുറമിലായിരുന്നു. എന്നെയും വിളിച്ചുകൊണ്ട് വാ, നമുക്ക് ഇതിൻ്റെ കൂടെ പോവാം, ഇതിനെ പിടിക്കാമെന്നൊക്കെ പറഞ്ഞ് എന്നെ അവിടെ ഇരുന്ന് എന്നെയും കൊണ്ട് അവിടെ മൊത്തം കറങ്ങി. ഈ ലോകത്തിന് കറങ്ങാൻ മാത്രം സ്ഥലമില്ല. അങ്ങനെ ഇവരെല്ലാവരും കൂടെ കണ്ടപ്പോഴത്തേക്കിനും അവർക്ക് എല്ലാത്തിനും എന്താ പറയുക, കമ്പനിക്ക് ആളായതുകൊണ്ട് പിന്നെ അങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നെഹ്റുവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവളും ഐഫോയിട്ട് പിന്നെ കമ്പനിയായി. അവർ പിന്നെ കുറേ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. അപ്പം നെഹ്റുവിനെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അണ്ണൻ അവളെ എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഐഫോന് എന്നെ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരാളെ എടുക്കുന്നു, പിന്നെ ഒരാളെ താത്ത് വെക്കുന്നു, പിന്നെ ഒരാളെ എടുക്കുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. പിന്നെ നമ്മൾ കൊണ്ടുവന്ന കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. എവിടെ നിന്നാണ്, കാണാൻ രസമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുമായിരുന്നു. അളവൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ പറഞ്ഞു. അപ്പം നെഹ്റു ഇങ്ങനെ അതിങ്ങനെ എടുത്തെടുത്ത് തരുവാണ്. ഈ ഡ്രസ്സ് കണ്ടോ, ഇതിൻ്റെ കളർ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കാണിക്കുമായിരുന്നു, എല്ലാവരും കാണിച്ച് കൊടുക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരൊക്കെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അവിടെ നിന്നിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ നിന്നപ്പോൾ വീഡിയോ എടുത്താണ്. അവർ ആദ്യം കണ്ടില്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേന് 2 പേര് ചിരിച്ചുകൊണ്ടൊക്കെ പോയി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ച് അങ്ങനെ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ബിരിയാണിയാണ് കഴിച്ചത്. അപ്പോൾ അത്ര ഉള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.